അടുത്തത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. ഇനി പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അതൊരു ലീഗൽ എൻറ്റിറ്റി ആവുകയുള്ളൂ, അങ്ങനെയൊന്നുമില്ല. രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് നിലനിൽക്കാനായിട്ട് പറ്റും. പക്ഷേ സെക്ഷൻ 69 പ്രകാരം ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഫേമിന് കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടാവും. അതായത് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സെക്ഷൻ 69 പറയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഫേമിലുള്ള പാർട്ട്നേഴ്സിന് തമ്മിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തിന്? ഫോർ എൻഫോഴ്സിങ് എനി റൈറ്റ് എറൈസിങ് ഫ്രം എ കോൺട്രാക്ട് ഓർ കൺഫേർഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ആക്ട്. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്ന റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ പറയുന്ന റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനോ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിന് തമ്മിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ പറയുന്നത്, ഒരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഫേമിന് സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ തേർഡ് പാർട്ടിക്ക് ഫേമിനെയോ പാർട്ട്ണറിനെയോ സ്യൂ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സെക്ഷൻ 69 പറയുന്ന കാര്യങ്ങൾ. പക്ഷേ നോൺ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അഫക്റ്റ് ചെയ്യാത്ത കുറച്ച് റൈറ്റുകളുണ്ട്. അതിൻ്റെ ഫസ്റ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ തേർഡ് പാർട്ടിക്ക് പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെയോ സ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇനി അടുത്തത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെസൊല്യൂഷന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാർട്ട്നേഴ്സിന് പറ്റും. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ റൈറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയെന്ന് വയ്ക്കുക, അയാളുടെ പ്രോപ്പർട്ടി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസേൺഡ് അതോറിറ്റീസ് ആയിട്ടുള്ള ഒഫീഷ്യൽ അസൈനീസ് അല്ലെങ്കിൽ റിസീവർ ഓഫ് കോർട്ട് അവർക്ക് പവർ ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരിച്ച പാർട്ട്ണറിൻ്റെ പ്രോപ്പർട്ടി റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹെയേഴ്സിനോ അവർക്ക് കോർട്ടിൽ സ്യൂട്ടുമായിട്ട് പോകാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ആയിട്ട് പോകാവുന്നതാണ്. അങ്ങനത്തെ ഒരു റൈറ്റും അവർക്ക് ഉണ്ടാവുന്നതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊരു പ്രത്യേകം ടൈം പീരീഡോ അങ്ങനെയൊന്നും പറയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ആൻഡ് ഫൈനുകളൊക്കെ കെട്ടിയാൽ മാത്രം മതിയാവും. ഇനി പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് വൺ പറയുന്നത്, ഒരു രജിസ്ട്രാർ ഓഫ് ഫേമിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിനകത്ത് ഫേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. രണ്ടാമത്തത്, പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു സൈൻഡ് കോപ്പിയും രജിസ്ട്രാറിന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അതുപോലെ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേ ചെയ്യുക. ഇനി വൺസ് ദ രജിസ്ട്രാർ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ്സിൽ എൻ്റർ ആകും ആൻഡ് രജിസ്റ്റർ വിൽ ഓൾസോ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫേമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയണ്ടേ? അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കുറച്ച് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് മാറുന്നത് മാത്രമാണ് ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആ പാർട്ട്ണർഷിപ്പ് ഫേം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും, കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം അതിൽ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ ഡിസോൾവ് ആയി പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ 39 എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് പറയുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ഇസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. എല്ലാ പാർട്ട്നേഴ്സും അതിൽ നിന്ന് ഡിസോൾവ് ആയിപ്പോയി, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആയി. എന്നാൽ കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം അതിൽ നിന്ന് വിട്ടു പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മാത്രമാണ്. ഓക്കെ, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം അല്ല,
പാർട്ട്ണർഷിപ്പാണ്, കുറച്ച് പാർട്ട്നേഴ്സ് മാത്രം വിട്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സർക്കംസ്റ്റാൻസസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ എക്സ്പയറി ഓഫ് ദ ഫിക്സഡ് ടേം ഫോർ വിച്ച് പാർട്ട്ണർഷിപ്പ് വാസ് ഫോംഡ്. ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നത് ഒരു 1 ഇയറിലേക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഈ 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ അതിനകത്ത് നിന്നുള്ള കുറച്ച് പാർട്ട്നേഴ്സിന് പറയാം, ഓക്കെ 1 ഇയർ ആയില്ലേ, നമ്മൾ പറഞ്ഞ 1 ഇയർ എത്തി, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ പറയുന്നത് കംപ്ലീഷൻ ഓഫ് അഡ്വെഞ്ചർ. ഓരോ പാർട്ട്ണർഷിപ്പ് ഫേമിനും ഓരോരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാലും പാർട്ട്നേഴ്സിന് പറയാം ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുവാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്മാറാവുന്നതാണ്. ഇനി അടുത്തത് ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ, അതുപോലെ ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർ, ദെൻ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ, റിട്ടയർ ചെയ്തൊരു പാർട്ട്ണർ പിന്മാറാം. അപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് കുറച്ച് ആളുകൾക്ക്, 1, 2, 3 എത്ര ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നത്. ഇവർ പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം നടക്കുന്നില്ല. ഫേം അവിടെ തന്നെ ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെയും വെച്ചിട്ട് മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഡിസോൾവ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്ന ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്. എല്ലാ പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 40 അതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ, സെക്ഷൻ 41 പറയുന്നത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് കമ്പൽസറി ഡിസൊല്യൂഷൻ നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള എല്ലാവരുമോ അല്ലെങ്കിൽ 2 പേരേ ഉള്ളെങ്കിൽ അതിനകത്ത് ഒരാളോ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം കമ്പൽസറിലി ഡിസോൾവ് ആവും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേം നടത്തുന്ന ബിസിനസ് ഒരു അൺലോഫുൾ ബിസിനസ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് കമ്പൽസറി ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. അടുത്തത് ബൈ നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വില്ലാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഒന്നും സെറ്റ് ചെയ്യാത്തൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ആവാവുന്നതാണ്. ഫിക്സഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് എപ്പോൾ വേണമെങ്കിലും ഡിസോൾവ് ആവാം. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ ഒരു ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആവാൻ പോവുകയാണ് എന്നുള്ള ഇൻറ്റൻഷൻ അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കണം. അതൊരു റൈറ്റിംഗ് നോട്ടീസാണ്. അപ്പോൾ ആ നോട്ടീസിൽ എന്നാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി അങ്ങനെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് മുതൽ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയതായിട്ട് കണക്കാക്കും. സെക്ഷൻ 43 ഈ ബൈ നോട്ടീസ് ഓഫ് ഡിസൊല്യൂഷൻ പറയുന്നത്. സെക്ഷൻ 44 ഡിസൊല്യൂഷൻ ബൈ ദ കോർട്ട്. കോർട്ടിനും പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ കോർട്ടിനെ സമീപിച്ചാൽ മതി ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കോർട്ട് അവിടെ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കോർട്ട് മേ ഡിസോൾവ് എ ഫേം ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. അത് ഏതൊക്കെയാണ് ആ ഗ്രൗണ്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് എ പാർട്ട്ണർ ഹാസ് ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്കൻഡ് വൺ, അതുപോലെ തന്നെ പാർട്ട്ണർ പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് പാർട്ട്ണർ. അങ്ങനെ സംഭവിച്ചാലും കോർട്ടിനെ ഡിസോൾവ് ചെയ്യാം. തേർഡ് വൺ പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു പാർട്ട്ണർ അതർ ദാൻ ദ പാർട്ട്നേഴ്സ് യൂയിങ്, കോർട്ടിനെ സമീപിച്ച പാർട്ട്ണർ അല്ലാതെ വരുന്ന മറ്റേതെങ്കിലും പാർട്ട്നേഴ്സ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നു. എന്തെങ്കിലും ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറ്റകൃത്യം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ്സിനെ നല്ലപോലെ ബാധിക്കുകയാണ്. ആ സാഹചര്യത്തിലും കോർട്ടിന് വേണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ തൻ്റെ ഹോൾ ഇൻട്രസ്റ്റ് ഇൻ ദിസ് പാർട്ട്ണർഷിപ്പ് ഫേം മറ്റൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ തനിക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഷെയറിൻ്റെ മേളിൽ എന്തെങ്കിലും രീതിയിലുള്ള ലയബിലിറ്റീസോ ചാർജസോ എന്തെങ്കിലും വെക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഷെയർ എന്തെങ്കിലും രീതിയിലുള്ള കടബാധ്യതകൾ വീട്ടുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് ലാൻഡ് റവന്യൂ അത് കണ്ടുകെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഷെയറിൻ്റെ മേളിൽ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കോർട്ടിന് പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഫിഫ്ത്ത് വൺ പറയുന്നത് ബിസിനസ് വർക്കിംഗ് അറ്റ് എ ലോസ്. എന്തെങ്കിലും നഷ്ടത്തിലാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് പോകുന്നതെന്നുണ്ടെങ്കിൽ കോർട്ടിനെ ഡിസോൾവ് ചെയ്യാം. ദെൻ ഓൺ എനി അതർ ഗ്രൗണ്ട് വിച്ച് റെൻഡേഴ്സ് ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ദാറ്റ് ദ ഫേം ഷുഡ് ബി ഡിസോൾവ്ഡ്. അപ്പോൾ കോർട്ടിന് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആണെന്ന് തോന്നുന്ന ഏത് കാര്യത്തിൻ്റെ മേളിലും
പാർട്ട്ണർഷിപ്പ് ഫേമിന് ഡിസോൾവ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ഇഫക്റ്റ് ഓഫ് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത്, ഡിസൊല്യൂഷൻ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അവിടെ കൊണ്ട് തീരുന്നില്ല. എല്ലാ കാര്യങ്ങളും വൈൻഡപ്പ് ചെയ്യണം. ഈ ബിസിനസ് വൈൻഡപ്പ് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കണം. എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഈ ബിസിനസ് മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ റൈറ്റ് എപ്പോഴും ബിസിനസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ പേരിൽ പുതിയൊരു ട്രാൻസാക്ഷൻ അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ് പാർട്ട്ണറിന് ഉണ്ടാവില്ല. സെക്ഷൻ 46 പറയുന്നത് റൈറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ടു ഹാവ് ബിസിനസ് വൗണ്ട് അപ്പ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ. അതായത് ഡിസൊല്യൂഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അവരെല്ലാവരും കൂടെ വേണം ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഡെപ്റ്റും ലയബിലിറ്റീസും എല്ലാം തീർക്കാനായിട്ട്. ഓക്കെ, സെക്ഷൻ 51 പറയുന്നത് റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ പ്രീമച്വർ ഡിസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് ഒരാൾ കാശൊക്കെ കൊടുത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ അയാൾ എൻട്രി ചെയ്യുന്നത് ഒരു 1 ഇയർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ടേം വെച്ചിട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 1 ഇയർ തികയുന്നതിന് മുന്നേ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയി പോവുകയാണ്. അയാളുടെ ആ പ്രീമിയത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ സെക്ഷൻ 51 പറയുന്നത്. അയാൾക്ക് ആ പ്രീമിയം തിരിച്ചു കിട്ടാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു അവകാശം നഷ്ടപ്പെടും. എപ്പോൾ? ദ ഡിസൊല്യൂഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു ഹിസ് ഓൺ മിസ്കണ്ടക്ട്. ഈ വന്ന ആളുടെ, പുതിയതായിട്ട് വന്ന് കയറിയ ആളുടെ മിസ്കണ്ടക്ട് കൊണ്ടാണ് ഡിസൊല്യൂഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പ്രീമിയം തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ, ഇവരുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഇങ്ങനൊരു പ്രീമിയം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ അയാൾക്ക് തന്റെ പ്രീമിയം തിരിച്ചു ചോദിക്കാനായിട്ടുള്ള അവകാശമില്ല. അടുത്ത സെക്ഷൻ 53 ആണ്, റൈറ്റ് ടു റിസ്ട്രെയിൻ ഫ്രം യൂസ് ഓഫ് ഫേം നെയിം ഓർ ഫേം പ്രോപ്പർട്ടി. അതായത് ഡിസോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സിന് ഈ ഫേമിൻ്റെ നെയിമോ ഫേമിൻ്റെ പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നും ഉപയോഗിച്ച് സിമിലർ ആയിട്ടുള്ള ബിസിനസ് നടത്താനായിട്ടുള്ള റൈറ്റ് ഇല്ല. പക്ഷേ ഈ പറയുന്ന ഡിസൊല്യൂഷനൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൗണ്ടപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ തുടങ്ങുന്നതിന് കുഴപ്പമില്ല എന്നും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രൊവൈസോയും വെച്ചിട്ടുണ്ട്. where any partner or his representative has brought the goodwill of the firm, nothing in this section shall affect his right to use the firm name. അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഗുഡ്വിൽ ഒക്കെ കൊണ്ടുവന്ന ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് വയ്ക്കുക. അതായത് ആ പാർട്ട്ണറിന്റെ പേരിലായിരിക്കാം ഈ പാർട്ട്ണർഷിപ്പ് ഫേം തന്നെ അറിയപ്പെടുന്നതും ആ പാർട്ട്ണർ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിനകത്തേക്ക് ആളുകൾ ഇവരുടെ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെയൊക്കെ ഗുഡ്വില്ല് കൊണ്ടുവന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര് വീണ്ടും തുടർന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അയാൾക്ക് ഈ സെക്ഷൻ 53 ആപ്ലിക്കബിളും അല്ല. അടുത്തത് സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. അതായത് സംഭവമൊക്കെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ആദ്യം കാശ് കൊടുത്ത് ആദ്യം കാര്യങ്ങൾ തീർത്ത് വിടേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ലോസസ് എന്തെങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും അൺഡിവൈഡഡ് പ്രോഫിറ്റ് കയ്യിലുണ്ടെന്ന് വയ്ക്കുക. അതായത് പാർട്ട്നേഴ്സിന് വീതം വെച്ച് കൊടുക്കാത്ത പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ അൺഡിവൈഡഡ് പ്രോഫിറ്റിൽ നിന്ന് ഇവരുടെ ലോസസ് ആദ്യം തീർക്കാൻ നോക്കുക. ഈ അൺഡിവൈഡഡ് പ്രോഫിറ്റ് കൊടുത്തിട്ടും ലോസസ് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഇൻഡിവിജ്വലി ഉള്ള പ്രോഫിറ്റ് റേഷ്യോ ഇല്ലേ, അതിൽ നിന്ന് കാശെടുത്തിട്ട് കൊടുക്കണം. അങ്ങനെ വേണം ലോസസ് തീർക്കാൻ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെ ലോസസും സംഭവങ്ങൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അസറ്റ്സിൽ നിന്ന് എങ്ങനെ ലോസസ് ബാക്കിയുള്ള കാര്യങ്ങളും ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഓർഡറാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ പേയിങ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ്, അവർക്ക് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ്, ഇൻ പേയിങ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. തേർഡ് വൺ, ഇൻ പേയിങ് ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇഫ് എനി എമൗണ്ട് ഈസ് ലെഫ്റ്റ് ദെൻ ഇറ്റ് ഷാൽ ബി ഡിവൈഡഡ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ആദ്യം ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കാശ് കൊടുക്കുക, അത് കഴിഞ്ഞ് പാർട്ട്നേഴ്സ് എന്തെങ്കിലും അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുക. തേർഡ് വൺ ആയിട്ടാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, അവർ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ഒരു ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ, ആ ക്യാപിറ്റൽ അവർക്ക് റീപേ ചെയ്ത് കിട്ടുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്ത് ബാക്കിയുണ്ടോ അത് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക.